ഇന്ന് നോളജ് സിറ്റിക്ക് പോവാം. നോമ്പ് ആയിക്കോട്ടെ, പോവാലോ. ഞാൻ എല്ലാവരും വീഡിയോ സംഭവം ബഹുലമായ നോമ്പ് ബാക്കിയുള്ള ടീംസ് എന്നാൽ പിന്നെ നോളജ് സിറ്റിയിലേക്ക് പോവാം. വെൽക്കം ടു അനദർ വീഡിയോ. അങ്ങനെ ഞങ്ങൾ 2 വണ്ടികളിലായിട്ട് 10 പേരാണ് പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 85 കിലോമീറ്ററാണ് നോളജ് സിറ്റിയിലേക്കുള്ളത്. അങ്ങനെ ഏകദേശം നോളജ് സിറ്റി എത്താറായി ഞങ്ങൾ. നോളജ് സിറ്റി അങ്ങനെ ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നോളജ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇത് താമരശ്ശേരിക്ക് അടുത്തുള്ള കൈതപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊരു ന്യൂ ടൗൺഷിപ്പാണ്. 2012 AP ഉസ്താദ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ്, യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഹോട്ടൽ, ഫ്ലാറ്റ്, ഇനാനി മെഡിക്കൽ കോളേജ്, ലോ അക്കാദമി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇനിയും വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുന്നത്, ആദ്യമായിട്ടാണ്. പള്ളി പോയി ഞാനിവിടെ വരുന്നത് അങ്ങോട്ടേക്ക് പോവാന്ന്. അങ്ങനെ നോളജ് സിറ്റിൻ്റെ ഉള്ളിലുള്ള പള്ളിയിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഇഫ്താർ. ഇതിന്റെ നബിയുടെ പ്രസ്ഥാനത്തിലേക്ക് ചെയ്ത ആ നല്ല വിഷയങ്ങൾ വളരെ നന്മകളുണ്ട്. നമ്മുടെ കൗമും നമ്മുടെ നാട്ടിൽ ഒരുപാട് കടപ്പാടുണ്ട്. നമ്മുടെ നാട്ടിൽ
ഇതാണ് ഇഫ്താർ ഏരിയ. നോർമലി 3000 പേരൊക്കെയാണ് ഇവിടെ പല ഭാഗത്തു നിന്നും ഇഫ്താറിന് വേണ്ടി എത്തുന്നത്. ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു. അന്ന് 5000-ൻ്റെ മേലെ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ അവിടുന്ന്. കൃത്യമായി നടക്കുകയും വേണം. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മുടെ പരിപാടികൾ ആഹാരം പങ്കുവയ്ക്കുന്ന മനോഹരമായ മജ്‌ലിസുകൾ മദീനയുടെ പ്രത്യേകതയാണ്. യുമാറാകട്ടെ. മദീനയുടെ പഴയ പേര് യസ്രീബ് എന്നാണ്. നമ്മൾ ആ പേര് പറയാൻ പാടില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്. നന്ദിയാണ് നീ നമ്മുടെ ജീവിതങ്ങളിൽ വേണം. പിന്നെ ഞങ്ങൾ നോമ്പ് തുറന്നു. ഫുഡൊക്കെ കഴിച്ചു. എല്ലാം കാലിയായി. ആംബിയൻസ് ആണ് എങ്ങനെ ആംബിയൻസ് ആണ്. അങ്ങനെ നിസ്കരിച്ച് താഴെ വന്നു. അപ്പോൾ താഴെ ഇതിൻ്റെ അടിയിലായിട്ട് സൂക്കുണ്ട്, ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഏരിയയിലൊക്കെ ഒന്ന് കറങ്ങി. അതുപോലെ തന്നെ നമ്മളെ ഇതില്ല മറ്റേ ബദരി നമസ്കാരം അന്ന് ഏകദേശം 15,000-ഓളം ആളുകൾ നോമ്പ് തുറന്നിട്ടുണ്ടാവും. ഇത്രയും ആളുകൾ നോമ്പ് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. എവിടെ നിന്നെല്ലാം ആൾക്കാർ വരുന്നത് മാഷാ അല്ലാഹ്. എന്തായാലും AP ഉസ്താദിന്റെ വലിയൊരു കാണാൻ ഇവിടെ ഇന്നും നല്ലൊരാളില്ല. എന്നാൽ ഇന്നലെ 6,000 ആളില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കോഴിക്കോടേക്കാണ് പോയത്. കോഴിക്കോട് പോയി ബീച്ചിലൊക്കെ ഇരുന്നു കുറച്ച് നേരം. അങ്ങനെ കോഴിക്കോട് ബീച്ചിലുള്ള സൂഫി ദർബാറിൽ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. See you next time.